എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ചലനത്തിനൊപ്പം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണിത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസുകളാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ 2 ഭാഗങ്ങളും കാണുക, എന്നിട്ട് വേണം ഈ ഭാഗം കാണാൻ. ഓക്കെ, ഞങ്ങളുടെ ചാനലിൽ ഇടുന്ന പുതിയ വീഡിയോസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനെയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത്. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൈവണ്ടി വലിക്കാരൻ വണ്ടിയിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ബലം പ്രയോഗിക്കുന്നത്? ഒന്നാമത്തേത് കൈവണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ, രണ്ടാമത്തേത് വണ്ടി ഇറക്കത്തിലെത്തുമ്പോൾ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കൈവണ്ടി വലിക്കാരൻ വണ്ടിയിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ബലം കൊടുക്കുന്നത്? ഒന്നാമത്തെ ഭാഗം കണ്ടോ, കൈവണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ. ഇയാൾ വണ്ടി വലിച്ചു തുടങ്ങുവാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുമ്പിലോട്ട് തള്ളി ഇതിപ്പം നില പിടി മുമ്പിലായതുകൊണ്ടാണ്, ഹാൻഡിൽ പുറകിലാണെങ്കിൽ മുമ്പിലോട്ടാണ് വലിക്കുക. എന്തായാലും മുമ്പിലോട്ടാണ് ബലം കൊടുക്കുക. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ബലം കൊടുക്കുക? വണ്ടിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബലം കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെ പറയാം? ആദ്യത്തെ ഉത്തരം എന്ത് പറയാം? വണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ വണ്ടിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബലം കൊടുക്കുക. വണ്ടിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടി. വണ്ടി അനങ്ങാതിരിക്കുമായിരിക്കും അല്ലെ, അതിനെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ വണ്ടിക്ക് ആദ്യത്തെ പ്രാവശ്യം ബലം കൊടുക്കുക. ഇനി രണ്ടാമത്തെ നോക്കിയാൽ വണ്ടി ഇറക്കത്ത് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു ഇറക്കമാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഒരു ഇറക്കമാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വണ്ടി തനത്താനെ മുന്നോട്ട് പോകാൻ നോക്കും വണ്ടിയുടെ ബേരം കൊണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? പുറകോട്ട് വലിക്കണം അല്ലെ, പുറകോട്ട് പിടിച്ചു പോകാൻ വണ്ടി അങ്ങോട്ട് പോകും. അപ്പൊ വണ്ടി ഇറക്കത്തിൽ എത്തുമ്പോൾ എന്തിനു വേണ്ടി ബലം കൊടുക്കുന്നത്? വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബലം കൊടുക്കുന്നത്. അത് രണ്ടുമാണ് ഇതിന്റെ ആൻസർ. ഒന്നെന്താണ്? വണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ വണ്ടി ചലിപ്പിക്കുന്നതിന് വേണ്ടിയും വണ്ടി ഇറക്കത്തെത്തുമ്പോൾ വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ബലം കൊടുക്കുക. ബലം ചലനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും? ആദ്യം എന്ത് ചെയ്യും? വസ്തുവിനെ ചലിപ്പിക്കാൻ നമുക്ക് ബലം വേണം. അപ്പൊ എന്ത് മാറ്റം വരുത്തും? ബലം ചലിപ്പിക്കും. അതുപോലെ വേഗത കൂട്ടും. പിന്നെ വേറെ എന്ത് ചെയ്യും? വേഗത കുറയ്ക്കും. ഇങ്ങനെ 3 മാറ്റങ്ങളാണ് ഇയാൾ കൊടുക്കുന്ന ബലം ഈ വണ്ടിയിൽ ചെയ്യുക. എന്തൊക്കെയാണ്? വണ്ടിയെ ചലിപ്പിക്കും, വണ്ടിയുടെ വേഗത കൂട്ടും, വണ്ടിയുടെ വേഗത കുറയ്ക്കും. അത്രയേ ഉള്ളൂ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ പ്രസക്തമാവുന്നത് എന്തിനം ചലനമാണ്? ഒന്നാമത്തെ ചോദ്യം കണ്ടോ, റൺവേയിലൂടെ ചീറിപ്പായുന്ന വിമാനം. റൺവേയിലൂടെ ചീറിപ്പായുന്ന വിമാനം എങ്ങനെയാണ് പോവുക? ഒരു നീളത്തിലൊരു ലൈൻ ഉണ്ടാവും, നമ്മൾ റൺവേ എന്ന് പറയും. പ്ലെയിൻ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഒരു പ്ലെയിൻ ആണ്, പ്ലെയിൻ റൺവേ കൂടി ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ പ്ലെയിൻ പോകുന്ന പോലെ റൺവേയിൽ കൂടി സ്പീഡിൽ ഇങ്ങനെ നേർരേഖയിലാണ് പോവുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ എന്താണ്? റൺവേയിൽ ചെറുപ്പാകുന്ന വിമാനം എന്ത് ഇതിലാണ് പോവുക? നേർരേഖാ ചലനമാണ് ചെയ്യുക. നേർരേഖ ചലനം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. നോക്കിക്കേ, കറങ്ങുന്ന സൈക്കിളിലെ വാൽ ട്യൂബിന്റെ ചലനം. മറ്റെല്ലാം ചലനങ്ങൾക്കും ഓരോ ഉദാഹരണം പറയാം. അപ്പോൾ സൈക്കിളിൽ വാൽ ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യുന്ന സംഭവമാണ് വാൽ ട്യൂബ്. ഇതിനെയാണ് നമ്മൾ വാൽ ട്യൂബ് എന്ന് പറയാം. ഈ കാണുന്നത് ഈ സൈക്കിൾ കറങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഈ വാൽ ട്യൂബ് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അതെന്ത് ഷേപ്പിലാണ് കറങ്ങുക? ഒരു വൃത്ത ഷേപ്പിലാണ് കറങ്ങുക. അപ്പോൾ വാൽ ട്യൂബിന്റെ ചലനം എന്ന് പറയുന്നത് എന്ത് ചലനമാണ്? വർത്തുള ചലനമാണ്. വൃത്തത്തിലൂടെയുള്ള ചലനമാണ്, വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വാൽ ട്യൂബിന് ഉണ്ടാവുക. അതെന്ത് ചലനമാണ്? വർത്തുള ചലനമാണ്. മറ്റിനം ചലനങ്ങൾക്കും ഓരോ ഉദാഹരണവും പറയാം. നമ്മൾ എല്ലാ ചലനങ്ങൾക്കും 4 ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1ലും അതുപോലെ പാർട്ട് 2ലും. ഓക്കെ, അത് കാണുക. എന്നിട്ട് ഉദാഹരണം 4 എണ്ണം കൊണ്ട് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളൊരു ചോദ്യമാണിത്. ലതിക, ഇക്ബാൽ, സോനു എന്നിവർ ദോലന ചലനത്തെ പട്ടികപ്പെടുത്തിയതാണിത്. ഇതിൽ നമുക്ക് ആരുടെ കണ്ടെത്തലാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം, ദോലന ചലനത്തിൽ പെടാത്തവയാണെന്ന് കണ്ടുപിടിക്കണം, കമ്പനവും ദോലവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പഠിക്കണം. ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ചെണ്ട കൊട്ടുമ്പോൾ തുകലിന്റെ ചലനം. ചെണ്ട ഇങ്ങനെ കൊട്ടുമ്പോൾ തുകലും മേലോട്ടും താഴോട്ടും വരും. അപ്പോൾ അത് എന്താണ്? കമ്പനമാണ്, പക്ഷേ അതിവേഗതയിലുള്ള ദോലന ചലനമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദോലന ചലനമാണ്. ആട്ടുകട്ടിലിന്റെ ചലനം. ഇതാണ് ആട്ടുകട്ടിൽ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാം. അതെന്താണ്? ഒരു ദോലന ചലനമാണ്. ജെയിൻ വീലിന്റെ ചലനം. ജെയിൻ വീൽ എന്ന് പറഞ്ഞാൽ പടത്തി കണ്ടോ, നമ്മൾ കറങ്ങുന്ന ഊഞ്ഞാലയാണ് ജെയിൻ വീൽ എന്ന് പറയുന്നത്. അതിങ്ങനെ കറങ്ങും. അതെന്താണ്? ഭ്രമണമാണ്, എന്തല്ല? ദോലന ചലനമല്ല.
ചെണ്ട കൊട്ടുമ്പോൾ തോലിന ചലനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പനമാണ്, പക്ഷെ അതിവേഗതയിലുള്ള ദോലന ചലനമാണ്. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, മുമ്പോട്ടും പുറകോട്ടും അനങ്ങും, കമ്പനമാണ്, പക്ഷെ അതൊരു ദോലനം തന്നെയാണ്. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം, അതും കമ്പനമാണ്. കമ്പനം എന്ന് പറഞ്ഞാൽ അതിവേഗതയിലുള്ള ദോലനമാണ്. അപ്പൊ അതും എന്താണ്, ശരിയാണ്. ഇനി മൂന്നാമത്തെ എയ്ത് വിട്ട അമ്പിന്റെ ചലനം. ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു വില്ലാണ്. നമ്മളൊരു അമ്പിങ്ങനെ വലിച്ച് ഒറ്റ വീടിൽ വിട്ട് അമ്പിങ്ങനെ പോവും. അത് നേർരേഖയിലാണ് പോവുക, അല്ലാതെ അതെന്തല്ല, ദോലന ചലനമല്ല. പകരം വില്ലിന്റെ സ്ട്രിങ്, വള്ളിന്റെ ചലനം എന്താണ്, ദോലന ചലനമാണ്. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനം, അതെന്താണ്, ദോലന ചലനമാണ്, കമ്പനമാണ് കേട്ടോ. വലിച്ചു കെട്ടിയ കമ്പിയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം, അതും എന്ത് തന്നെയാണ്, കമ്പനമാണ്. നമുക്കതിനെ ദോലനമെന്നും പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ ശരിയുള്ളത് ആർക്കാണ്, ഇക്ബാലിനാണ്. ആരുടെ കണ്ടെത്തലാണ് അപ്പൊ ശരി, ഇക്ബാലിന്റെ കണ്ടെത്തലാണ് ശരി. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം, ജെയിൻ വീലിന്റെ ചലനം ദോലനത്തിൽ പെടില്ല, എഴുതൊട്ട് അമ്പിന്റെ ചലനവും ദോലന ചലനത്തിൽ പെടില്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പനവും ദോലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെ പറയാം, അതിവേഗതയിലുള്ള കമ്പനങ്ങളാണ് ദോലനങ്ങൾ. എങ്ങനെ പറയാം, അതിവേഗതയിലുള്ള ദോലനങ്ങളാണ് കമ്പനങ്ങൾ. പിന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, എല്ലാ ദോലനങ്ങളും എന്തല്ല, കമ്പനങ്ങളല്ല, പക്ഷെ എല്ലാ കമ്പനങ്ങളും എന്താണ്, ദോലനങ്ങളാണ്. ഓക്കെ, ഒരു ചോദ്യം നോക്കാം. പൽചക്രങ്ങളുടെ ക്രമീകരണം നോക്കൂ. ഒന്നാമത്തെ പൽചക്രം കറങ്ങുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതായിരിക്കും? ഏറ്റവും കുറവ് ഏത് പൽചക്രത്തിനായിരിക്കും? നമുക്ക് നോക്കിക്കേ, തൽക്കാലം ഒന്ന് നമുക്ക് ഇങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് വിചാരിച്ചോ. ഒന്ന് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ രണ്ട് എന്തായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കറങ്ങുക. അതായത് രണ്ട് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടാണ് കറങ്ങുക. രണ്ട് അങ്ങോട്ടാണ് കറങ്ങണമെങ്കിലോ 3 നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടായിരിക്കും കറങ്ങുക. 3 അങ്ങോട്ടാണെങ്കിലോ 4 എങ്ങോട്ടായിരിക്കും, 4 ഇങ്ങോട്ടായിരിക്കും കറങ്ങുക. അത് ഓർത്ത് വെക്കുക. ഒന്നിങ്ങനെ കറങ്ങുമ്പോൾ 2 ഇങ്ങനെ കറങ്ങും, 3 എങ്ങനെ കറങ്ങും, ഇങ്ങോട്ട് കറങ്ങും, 4 ഇങ്ങോട്ടും കറങ്ങും. നമുക്ക് ഉത്തരം നോക്കാം. ഒന്നാമത്തെ പൽചക്രം കറങ്ങുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന ചക്രം ഏതായിരിക്കും? മൂന്നാമത്തെ ചക്രമായിരിക്കും ഒരേ ദിശയിൽ കറങ്ങുന്നത്. 3 എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ഏറ്റവും വേഗം കുറവ് ഏത് പൽചക്രത്തിനായിരിക്കും? പൽചക്രത്തിന്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് വേഗത കുറയും. എങ്ങനെ പറയാം, വലുപ്പം കൂടുന്നതിനനുസരിച്ച് വേഗത കുറയും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വേഗത കുറവ് ഏതിനായിരിക്കും? 4-നായിരിക്കും ഏറ്റവും വേഗത കുറവ്. ഇനിയുള്ളത് പല്ലുകളുടെ എണ്ണമാണ്. പല്ലുകളുടെ എണ്ണം കൂടുന്തോറും വേഗത കൂടും. അവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്കിവിടെ അത് വേണ്ട. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇവിടെ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? 4-ാമത്തെ പൽചക്രത്തിനായിരിക്കും. അത്രേ ഉള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇത് സൂക്ഷിച്ച് നോക്കുക. വേറെ ഒന്നും കാണില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. താഴെ കൊടുത്ത ആശയ ചിത്രീകരണം പൂർത്തിയാക്കൂ. ചലനം, വിവിധ തരം ചലനങ്ങളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. നമുക്ക് ആദ്യം അത് പറയാം. ദോലനം, പെൻഡുലം, ഊഞ്ഞാല്, ആട്ടുകട്ടില്, വീണക്കമ്പി. ഇതുപോലെ നമുക്ക് പറയാൻ പറ്റാവുന്ന വേറൊരു ചലനമാണ് ഭ്രമണം. ഭ്രമണം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ചക്രങ്ങൾ. എല്ലാ ചക്രങ്ങളിലും ഭ്രമണമാണ് വരിക. സ്വന്തം അക്ഷത്തിലുള്ള ചലനമാണ് ഭ്രമണം കേട്ടോ. ചക്രങ്ങള്, പമ്പരം, ഫാൻ, പിന്നെ കറങ്ങുന്ന കസേര, ഇതെല്ലാം ഭ്രമണമാണ്. ഞാൻ 4 ഉദാഹരണമാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഇനി ഇതുപോലെയുള്ള വേറെ നമുക്ക് ഒരെണ്ണം കൂടി വേണം. അതെന്ന് പറയണത് നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനത്തിനും നമുക്ക് ഇതുപോലെ 4 ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. നേർരേഖാ ചലനം,
നേർരേഖയിലൂടെ അല്ലെങ്കിൽ ഒരു വരയിലൂടെയുള്ള ചലനത്തിനെയാണ് നമ്മൾ നേർരേഖാ ചലനം എന്ന് പറയുക. അതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ലിഫ്റ്റ്, സ്ലൈഡിംഗ് ഡോറ്, നമ്മൾ കൈകൊണ്ട് മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റുന്ന ഡോർ കേട്ടോ, സ്ലൈഡിംഗ് ഡോർ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് എസ്കലേറ്റർ, മേലോട്ടും താഴോട്ടും കയറാൻ ഉപയോഗിക്കുന്നതാണ്. സോ അത് നമുക്ക് എഴുതാം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്: നേർരേഖാ ചലനം, ലിഫ്റ്റ്, സ്ലൈഡിംഗ് ഡോറ്, എസ്കലേറ്റർ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് ഹോയിസ്റ്റ്. ഹോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ മേലോട്ടും കൊണ്ടുപോകാനുള്ള മേലോട്ടും താഴും കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതാണ് ഹോയിസ്റ്റ്. ഈ വീട് പണി നടക്കുമ്പോൾ, വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ പണി നടക്കുമ്പോഴൊക്കെ സ്ഥലത്ത് കാണാം, ചില കമ്പനികളിലും ഉണ്ട് അത് ഹോയിസ്റ്റ്. സാധനങ്ങളാണ് കൊണ്ടുപോവുക, ആൾക്കാരല്ല കൊണ്ടുപോവുക. ഇത്രയുമാണ് നേർരേഖ ചലനത്തിനുള്ള ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലിഫ്റ്റ്, സ്ലൈഡിംഗ് ഡോറ്, ഹോയിസ്റ്റ്, അതുപോലെ എസ്കലേറ്റർ. അത് ചലനങ്ങളുടെ മാറ്റം സാധ്യമാക്കുന്ന ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ്. പൽചക്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചലനത്തിന്റെ ദിശ, വേഗം എന്നിവ മാറ്റാൻ കഴിയും. അതുപോലെയുള്ള വേറെ ഉപകരണങ്ങളുണ്ട്, നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ചെയിൻ, സൈക്കിളിന്റെ ചെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ ബെൽറ്റ്, നമ്മൾ അരി പിടിപ്പിക്കുന്നിടത്തൊക്കെ ഉണ്ട് ബെൽറ്റ്. പിന്നെ ഉള്ളത് ചക്രവും ആക്സിലുമാണ്. അത് നമ്മൾ വാഹനങ്ങളാണ് ഉപയോഗിക്കുക. ചെയിൻ ഉപയോഗിക്കുന്ന ചലനത്തിന്റെ ദിശയും വേഗവും മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബെൽറ്റ് ചലനത്തിന്റെ ദിശയും വേഗവും മാറ്റാൻ, എല്ലാം ഒന്ന് തന്നെയാണ്. ചക്രവും ആക്സിലും ഉപയോഗിക്കുന്നത് ഇതുപോലെ ദിശയും വേഗവും മാറ്റാനാണ്. നമുക്ക് ചെയിൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ദിശ പോലെ തന്നെ അതിന്റെ വേഗത കുറയ്ക്കാനും പറ്റും. വേഗത മാറ്റം പറഞ്ഞാലും മതി. ദെൻ ഇനി നമുക്കുള്ള ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ബലം ചലനാവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ്? ചലനത്തിന്റെ ദിശ മാറ്റുന്നു, വസ്തുവിന്റെ വേഗത എന്തു പറ്റും? വേഗത കൂട്ടാൻ നമുക്ക് ബലം കൊടുക്കാം. അതുപോലെ വസ്തുവിന്റെ വേഗത കുറയ്ക്കാൻ നമുക്ക് ബലം കൊടുക്കാം. ദെൻ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബലം ഉപയോഗിക്കാം. 3 ഉപയോഗങ്ങളാണ് അപ്പോൾ അഡീഷണൽ പറഞ്ഞേക്കുന്നത്: വസ്തുവിനെ വേഗത കൂട്ടാൻ, വേഗത കുറയ്ക്കാൻ, പിന്നെ നിശ്ചലമാക്കാൻ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും, അതായത് തിയറി പോർഷനും അതുപോലെ എക്സർസൈസും എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക, ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത്, നിങ്ങളുടെ പുതിയ സബ്ജക്റ്റിന്റെ അടുത്ത ചാപ്റ്ററൊക്കെ ഇടുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.